പുത്തൂർ ഗ്രാമപഞ്ചായത്ത് അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് 30-ന് മാലിന്യമുക്ത ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബി വർഗീസ് സ്വാഗതം അറിയിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജിത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു PS ആശംസ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് മന്ത്രിയുടെ തത്സമയ പ്രഖ്യാപനം സംപ്രേഷണം ചെയ്തുകൊണ്ട് പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ മാലിന്യമുക്തം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. മാലിന്യമുക്ത സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്കൂൾ കുട്ടികളുടെ സംഘനൃത്തം, ഫ്ലാഷ് മോബ്, ഹരിത കർമ്മസേനയുടെ ചാക്യാർ കൂത്ത് എന്നിവയും മാലിന്യമുക്ത പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. തുടർന്ന് മാലിന്യമുക്ത പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച വാർഡ്, വീട്, സ്ഥാപനം, അയൽക്കൂട്ടം, റെസിഡൻസ് അസോസിയേഷൻ, ഹരിതരത്നം എന്നിവർക്കും കലാപരിപാടി അവതരിപ്പിച്ച വിദ്യാർത്ഥികൾക്കും അവാർഡ് നൽകുകയും സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തു. പുത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഹരിത കർമ്മസേനാംഗങ്ങളുടെയും ശുചീകരണ തൊഴിലാളികളെയും അവാർഡ്, സർട്ടിഫിക്കറ്റ് നൽകി പ്രത്യേകം ആദരിക്കുകയുണ്ടായി. തുടർന്ന് പുത്തൂർ പഞ്ചായത്തിന്റെ മാലിന്യമുക്ത വിളംബര ഘോഷയാത്രയും ഫ്ലാഷ് മോബ് സംഘടിപ്പിക്കുകയും ചെയ്തു. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അരുൺ ജോൺ ടി നന്ദി പറഞ്ഞുകൊണ്ട് പരിപാടികൾക്ക് സമാപനം കുറിച്ചു. കഴിഞ്ഞ ബജറ്റിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് 52 പേരിലേക്ക് ഈ അണിനിരത്തിക്കൊണ്ടാണ് ഈ എടുക്കുന്ന ആ പരിപാടികൾ പഞ്ചായത്ത് നടപ്പിലാക്കിയ വേണ്ടി മിനി MCFകൾ സ്ഥാപിച്ചുകൊണ്ട് വിവിധങ്ങളായ മിനി MCFകൾ വിവിധങ്ങളായ വാർഡുകളിൽ തന്നെ നമ്മുടെ ഈ മാലിന്യ മുക്ത പരിപാടി വളരെ നല്ല രീതിയിലാണ് കഴിഞ്ഞ 2023 മുതൽ ആരംഭിച്ച ഈ പ്രവൃത്തി 2025 അതിന്റെ യഥാർത്ഥ സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. 2023 തന്നെ ആരംഭം കുറിച്ചുവെങ്കിലും അത് വേണ്ടത്ര ഫലപ്രാപ്തിയിലെത്തിക്കാനായിട്ട് ആർക്കും സാധിച്ചിട്ടില്ല. തുടക്കത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഒരു ഭാഗം, നമ്മൾ ശീലിച്ച ആ ശീലത്തിൽ നിന്ന് ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒട്ടേറെ പ്രയത്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഗ്രാമപഞ്ചായത്ത് തലങ്ങളിലും സംസ്ഥാന തലത്തിലൊക്കെ ഈ പ്രഖ്യാപനം നടത്താനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇതിന്റെ മുന്നോടിയായിട്ട് ഇവിടെ ചാക്യാർകൂത്ത് നടത്തിയപ്പോൾ തൊട്ട് സെഡ് വരെയുള്ള കാര്യങ്ങൾ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തന പരിപാടിയുടെ പറയാനുള്ളത്. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നഗരപ്രദേശങ്ങൾ അടങ്ങിയ ഭാഗങ്ങളും മലയോര ഗ്രാമപ്രദേശങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ പഞ്ചായത്ത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 23 വാർഡുകളുള്ള ഈ പഞ്ചായത്തിലെ നമ്മുടെ മറ്റാകര പോലെയുള്ള പ്രദേശങ്ങളിൽ 8 വാർഡുകളോളം നമുക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അതായത് ഒരു നഗരപ്രദേശം. അത് മാലിന്യം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രമല്ല, പോലീസിലെ പരാതി കൊടുക്കലും മാത്രമല്ല, ജില്ലാ കളക്ടർ ഉൾപ്പെടെ മന്ത്രി തലങ്ങളിൽ ഉൾപ്പെടെ നമ്മൾ പരാതിപ്പെട്ടുവെങ്കിലും അതിന് ഒരു ശരിയായ രീതിയിലുള്ള ഒരു ശാശ്വത പരിഹാരമാർഗം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് വാർഡ് അംഗങ്ങൾ, പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ജീവൻ അപായപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും പിന്മാറാതെ നിന്നൊരു ഭരണസമിതിയാണ് കഴിഞ്ഞ കാലഘട്ടത്തിലെ ഭരണസമിതി. എന്നിട്ട് പോലും നമുക്കത് തടയാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളവരെ വണ്ടി പിടിച്ചെടുത്തെങ്കിലും പിന്നീട് അത് ശക്തിയോടുകൂടി വീട്ടടിക്കുന്ന ഒരു പ്രവണതയാണ് ഉണ്ടായത്. ഇപ്പൊ നമ്മൾ സീറോ വേസ്റ്റ് ദിനമായിട്ട് ആചരിക്കുന്നതിന്റെ ഭാഗമായി നമ്മളൊരു ടാസ്ക് എന്നുള്ള രീതിയിലാണ് നമ്മുടെ നട്ടായ ബൈപ്പാസ് ഏറ്റെടുത്തത്. അവിടെ എനിക്ക് പറയാൻ വളരെ കാര്യം, നമ്മുടെ ഹരിതകർമ്മസേന ചേച്ചികളും പ്രായം ചെന്ന ചേച്ചികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥർ ജിഷ ഉൾപ്പെടെയുള്ള നമ്മുടെ AS JS ഉൾപ്പെടെ ഇപ്പൊ 2 മാസത്തോളമായി അവർ ബൈപ്പാസിലാണ് അവരുടെ വാസം എന്നെങ്കിൽ പറയാം. കാരണം അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം, ഭക്ഷണം കഴിക്കാൻ പോലും നമുക്ക് മനസ്സനുവദിക്കില്ല. അത്തരമൊരു പ്രദേശം ഇന്നൊരു പൂന്തോട്ടമാക്കി മാറ്റുന്നതിന് വേണ്ടി വളരെയധികം കഠിന പ്രയത്നം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വഴി കൂടെ പോകുന്ന ജില്ലാ കളക്ടർ അവരുടെ ഇഷ്ടം പേജില് വളരെ ഭംഗിയായിട്ട് എഴുതി
ഗ്രാമപഞ്ചായത്ത് കാട്ടിയിട്ടുണ്ടെന്നുള്ളത്. അത് നമുക്ക് നമ്മുടെ ഒട്ടേറെ നാളത്തെ കഷ്ടപ്പാടിന്റെ ഒരു എന്താ പറയുക ഒരു നേട്ടമാണ് നമുക്ക് ആ 2 വാക്കുകളിലൂടെ കിട്ടിയത്. ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ മൊത്തം അറിയപ്പെടുന്ന ഒരു പഞ്ചായത്തായിട്ട് മാറും. വിവിധ സ്റ്റേജുകളിൽ തന്നെ അത് കളക്ടർ പറയുന്നതെന്നാണ് ഞാൻ അറിയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പൊതു ഇടങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുന്നതിന്റെ ആദ്യപടി എന്നുള്ള രീതിയിൽ നമ്മുടെ ഹരിതകർമ്മ സേന 100% വീടുകളെ ഓരോ വാർഡിലും 100% ആക്കുക എന്ന ദൗത്യത്തിലേക്കാണ് നമ്മൾ ആദ്യം പോയത്. അപ്പൊ അത് 100% നമ്മൾ കൈവരിക്കുക മാത്രമല്ല, കൂടാതെ നമുക്ക് തോടുകൾ, കുളങ്ങൾ എന്നിവ ശുചീകരിക്കുന്നതിന് വേണ്ടി പൊതുവായ സ്ഥലങ്ങൾ ഇവരെ കൊണ്ട് മാത്രം സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോ 8 പേരെയും കൂടി തെരഞ്ഞെടുത്തുകൊണ്ട് ആ പ്രവർത്തനങ്ങളും നമ്മളുടെ നല്ല രീതിയിൽ നടത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സഹകരണത്തോടുകൂടി ചില ക്യാമ്പയിനുകൾ നടത്തി നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങൾ ശുചീകരിച്ചിട്ടുണ്ട്. അതും കൂടാതെ ഇനിയും മാലിന്യം വലിച്ചെറിയുന്നവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി 25 ലക്ഷം രൂപ മുടക്കിക്കൊണ്ടാണ് നമ്മുടെ AI ക്യാമറകൾ നമ്മുടെ ബൈപ്പാസിൽ സ്ഥാപിച്ചത്. മാത്രമല്ല നമ്മുടെ പ്രാദേശികമായിട്ടുള്ള പല ഭാഗങ്ങളിലും പുത്തൂർ ഗ്രാമപഞ്ചായത്ത് നടത്തിയ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഇന്ന് പുത്തൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിക്കുകയാണ്. ഇത്തരം മാലിന്യമുക്തമാക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികളാണെന്നും സ്നേഹപൂർവ്വം എല്ലാ നാട്ടുകാരോടും അഭ്യർത്ഥിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചതിൻ്റെ റാലിയാണ് ഈ വാഹനത്തിൻ്റെ പുറകിലൂടെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊക്കെ ഉണ്ടാവില്ല, ഞങ്ങളൊക്കെ